എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് അഫ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും SLC റിസൾട്ട് വന്നതിൻ്റെ സന്തോഷത്തിലാണ്. ഒരുപറ്റം കുട്ടികൾ തങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിൽ വളരെയധികം സന്തോഷവാന്മാരും സന്തോഷവതികളുമായിട്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളാണ് ഉള്ളത്. അതുകൂടാതെ തന്നെ മക്കളെ, നമ്മുടെ കുറേ കുട്ടികൾ താങ്കൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാതെ, താങ്കൾ പ്രതീക്ഷിച്ച റിസൾട്ടിനെക്കാട്ടി തങ്ങളുടെ റിസൾട്ട് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മൾ ഇന്നലെ ഒരുപാട് വാർത്തകൾ കണ്ടു. കുറേയധികം കുട്ടികൾ, 2-3 കുട്ടികൾ ആത്മഹത്യ ചെയ്ത്, താങ്കൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ആത്മഹത്യ ചെയ്ത നമ്മുടെ ഒരുപാട് കുട്ടികളുടെ വാർത്ത നമ്മൾ കണ്ടു. അപ്പം എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, മക്കളെ, ഇത് നമ്മളുടെ ജീവിതത്തിലെ അവസാനത്തെ പരീക്ഷയല്ല. SLC പരീക്ഷ എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലെ അവസാനത്തെ പരീക്ഷയല്ല. ഇനിയും നമ്മളുടെ മുമ്പിൽ ഒരുപാട് പരീക്ഷകളും ഒരുപാട് പരീക്ഷണങ്ങളും നമ്മൾ തരണം ചെയ്യേണ്ടവരാണ്. അപ്പം നിങ്ങളോട് എനിക്ക് പ്രധാനമായും പറയാനുള്ളത്, ഈ പരീക്ഷ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനത്തെ പരീക്ഷയാണെന്ന് കരുതാതെ ഇനിയും നമ്മളുടെ മുമ്പിൽ ഒരുപാട് പരീക്ഷകളുണ്ട്. ഇനി നമുക്ക് +1, +2 അല്ലെങ്കിൽ അങ്ങോട്ടുള്ള തുടർ പഠനങ്ങളിലെല്ലാം നമുക്ക് ഇനി ഒരുപാട് പരീക്ഷകൾ വരും. അപ്പം ഈ 10ാം ക്ലാസ് പരീക്ഷ എന്നുള്ളത് നമ്മളുടെ +1 അഡ്മിഷൻ കിട്ടാൻ മാത്രമുള്ള ഒരു ഉപാധി മാത്രമാണ്. +1ലേക്ക് പ്രവേശനം കിട്ടാനുള്ള ഒരു കടമ്പ മാത്രമാണ് ഈ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് എന്നുള്ളത്. അപ്പം അത് മനസ്സിലാക്കി നിങ്ങൾ മനസ്സിനെ ശാന്തരാക്കി വെക്കുക. നിങ്ങൾ ഇപ്പം സാറ് നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. കാരണം നമ്മൾ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമം നമുക്ക് മനസ്സിലാവും. നമ്മൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന വിഷമം, നമ്മളുടെ വീട്ടുകാർക്കുണ്ടാകുന്നൊരു വിഷമം, ഇതെല്ലാം കൊണ്ട് നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷെ ആ ഒരു വിഷമത്തിൽ തങ്ങിക്കിടക്കാതെ അതിൽ നിന്നും എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരിക. നമുക്ക് ഇനിയും നമ്മുടെ ഫ്രണ്ടിൽ ഒരുപാട് പരീക്ഷയുണ്ട്, അതിനൊക്കെ നമ്മൾ മേടിക്കും. ഈ 10ാം ക്ലാസ്സിൽ കുറഞ്ഞു പോയെങ്കിൽ അത് ഞാൻ എൻ്റെ +2 പരീക്ഷയിൽ ഞാനത് മേടിച്ചെടുക്കും. ഈ ഒരു റിസൾട്ടിനെക്കാട്ടി നല്ല റിസൾട്ട് ഞാൻ മേടിച്ചെടുക്കും എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയോടെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇനി നമ്മളുടെ ഫ്രണ്ടിലുള്ള മക്കളെ, ഇനി റിവാലുവേഷനാണ്. ഇപ്പം മാർക്ക് കുറഞ്ഞു പോയ കുട്ടികൾക്ക് ഇനിയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, താങ്കൾക്ക് നമ്മൾ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ നമ്മൾ A+ പ്രതീക്ഷിച്ച വിഷയത്തിന് A ആയിപ്പോയി, അല്ലെങ്കിൽ ഒരു B+ ആയി പോയെങ്കിൽ ഇനി നമ്മുടെ ഫ്രണ്ടിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് റിവാലുവേഷനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകളുമായിട്ടാണ് സാർ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം മക്കളെ, ഇതാണ് നമ്മുടെ റിവാലുവേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ. ആപ്ലിക്കേഷൻ ഡേറ്റ്, അതാണ് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ആദ്യം ആപ്ലിക്കേഷൻ ഡേറ്റ്, ഈ പറയപ്പെടുന്ന ഡേറ്റിനുള്ളിൽ നമ്മളിത് ഒരു ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിരിക്കണം. മെയ് 12 മുതൽ 17 തീയതി വരെയാണ്. മെയ് 12 എന്ന് പറഞ്ഞാൽ നാളെ തിങ്കളാഴ്ച മുതൽ 17 തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞാണ് അവർ ആ ഒരു റിവാലുവേഷൻ അല്ലെങ്കിൽ ആ പേപ്പർ റിവാലുവേറ്റ് ചെയ്യുന്നത്. ഇനി ആപ്ലിക്കേഷൻ ഫീ 400 രൂപയാണ്. ഇനി എത്ര സബ്ജക്റ്റുകൾ നമുക്ക് അപ്ലൈ ചെയ്യാം, എത്ര സബ്ജക്റ്റുകളാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എത്ര സബ്ജക്റ്റുകൾക്ക് റിവാലുവേഷൻ അവർ നോക്കും എന്നുള്ളതാണ്. അത് മക്കളെ, കുറച്ച് പേര് പറയുന്നുണ്ട് 3-4 സബ്ജക്റ്റൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല, നമുക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും റിവാലുവേഷൻ കൊടുക്കാം, എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, ആ ഒരു സബ്ജക്റ്റിന് ആ ഒരു ഫീ എന്നുള്ളത്, ഇപ്പോൾ നമ്മൾ 6 സബ്ജക്റ്റാണ് റിവാലുവേഷൻ കൊടുക്കുന്നതെങ്കിൽ 6 എണ്ണത്തിനുള്ള ഫീസ് അടയ്ക്കുക. ഓക്കെ, ഇനി പ്രൊസീജിയർ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നാണ് സാർ പറയാൻ പോകുന്നത്. ആദ്യം നമ്മൾ അടുത്തുള്ള അക്ഷയയിലോ കമ്പ്യൂട്ടർ സെൻറ്ററുകളിലോ ചെല്ലുക. അവിടെ ചെന്നതിന് ശേഷം അവിടുന്ന് നമ്മൾ അപ്ലൈ ചെയ്യുക. അവരോട് പറഞ്ഞാൽ അവർ അപ്ലൈ ചെയ്ത് തരും. അപ്ലൈ ചെയ്തതിന് ശേഷം ഈ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ടും നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയായിട്ട് നമ്മുടെ സ്കൂളിലെ HMൻ്റെ അടുക്കെ ചെല്ലുക. അവിടെ അവരത് ചെയ്തു തരുന്ന ബാക്കിയുള്ള പ്രൊസീജിയറുകൾ അവർ ചെയ്യുന്നതായിരിക്കും. ഇനി ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് മാർക്ക് റിവാലുവേഷൻ ചെയ്ത് നമ്മുടെ മാർക്ക് കൂടിയാൽ നമ്മൾ ആ അടച്ച പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നതായിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മാർക്ക് കൂടിയാൽ പൈസ തിരിച്ചു കിട്ടും. ഈ തിരിച്ചു കിട്ടുന്ന പൈസ ചോദിച്ച് അക്ഷയ സെൻറ്ററിലോട്ട് നമ്മൾ ചെല്ലരുത്. ആ പൈസ സ്കൂളിലാണ് വരുന്നത്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക, അക്ഷയ സെൻറ്ററല്ല പൈസ വരുന്നത്, സ്കൂളിലാണ് പൈസ വരുന്നത്. ഓക്കെ, ഇനി പ്രധാനമായിട്ടുള്ള എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ്, സാറേ ഞങ്ങളിതൊക്കെ അപ്ലൈ ചെയ്ത് ഞങ്ങൾ മാർക്ക് കൂടി, എന്നാൽ ഞങ്ങളുടെ +1 അപേക്ഷ വെക്കുമ്പോൾ, +1 അലോട്ട്മെൻറ്റ് വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമോ? തീർച്ചയായും മക്കളെ ഉപകാരപ്പെടും. ഒരു പക്ഷേ ഇനി നിങ്ങൾക്കിത്, അഥവാ നിങ്ങൾക്ക് അതിന് മുമ്പ് നിങ്ങളുടെ അഡ്മിഷൻ വെക്കേണ്ടി വന്നു, അങ്ങനെ അഡ്മിഷൻ വെക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടി വന്നാൽ, +1 അഡ്മിഷന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടി വരുമ്പം, അഥവാ ആ സമയത്ത് ഈ റിസൾട്ട് വന്നിട്ടില്ല എങ്കിൽ പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു മാർക്ക് ലിസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു എഡിറ്റ് ചെയ്ത് നമുക്ക് റിവാലുവേഷൻ കഴിഞ്ഞ് വരുന്ന റിസൾട്ട് അതിൻ്റെ അകത്ത് കയറ്റാൻ പറ്റുന്നതാണ്. എഡിറ്റ് ചെയ്ത് കയറ്റാം. അപ്പോൾ അത് യാതൊരു കാരണവശാൽ ആ ഒരു പേടി വേണ്ട കാര്യമില്ല. അപ്പം നിങ്ങളുടെ റിവാലുവേഷൻ കിട്ടിയ മാർക്കിൽ വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക് റിവാലുവേഷന് വേണ്ടി
ഡൗട്ടുള്ള ആളുകൾ കാണും, റിവാലുവേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഡൗട്ടുള്ളവർ കാണും. ആ കുട്ടികളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളുടെ +2 ക്ലാസ്സുകൾ ഉടനെ വീഡിയോസ് വരുന്നതായിരിക്കും. 10ാം ക്ലാസ് കുട്ടികളുടെയും വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. +1 കുട്ടികളുടെ നിങ്ങളുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ അഡ്മിഷൻ കഴിഞ്ഞ് ക്ലാസ് തുടങ്ങി ജൂണൊക്കെ ആകുമ്പോഴേ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അപ്പം നമ്മളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇനി കാണുന്നതുവരെ ഗുഡ് ബൈ.